about the movie? എല്ലാവർക്കും നമസ്കാരം. Thank you all for coming. Thank you so much. എഡിജയുടെ കൂടെയുള്ള മൂന്നാമത്തെ സിനിമയാണ് ജോ ആൻഡ് ജോ 18+, പിന്നെ റൊമാൻസ്. സപ്പോർട്ടാണോ സൈഡിൽ നിന്ന്? അപ്പോൾ എന്താ അല്ല, ഈ എല്ലാവരും പറഞ്ഞ പോലെ എനിക്ക് എഡിജനെ നല്ല പരിചയമുണ്ട്. അല്ലാണ്ട് ക്രൂവും എല്ലാവരും നല്ല പരിചയമുണ്ട്. ഇപ്പോൾ ഗോവിന്ദേട്ടൻ്റെ കൂടെയും അഖിലേട്ടൻ്റെ കൂടെയും എഡിറ്റർ ചമൻ, പിന്നെ ഷാജേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ചിൽ ടൈം എന്നൊക്കെ ഉള്ള രീതിയിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. ശരിക്കും അറിഞ്ഞില്ല. ഈ ട്രെയിലർ പോലത്തെ ഒരു സിനിമയാണ്. ട്രെയിലർ ആക്ച്വലി സിനിമയുടെ ഒരു മീറ്ററും എന്താണ് സിനിമ എന്നുള്ളൊരു മൂഡൊക്കെ ആ ട്രെയിലറിലുണ്ട്. ഡയറക്ടർ പറഞ്ഞ പോലെ അതും അതിനെ കുറച്ചും കൂടെ എക്സ്പെക്റ്റ് ചെയ്ത് വന്നാൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. കുറേ കോമഡിയും ആക്ഷൻ സോങ്സ് എല്ലാം ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ട്രെയിലറൊക്കെ കണ്ടിട്ട് പറ എന്താണ് ഇഷ്ടമായോ. താങ്ക് യു. സോ ട്രെയിലർ കണ്ടിട്ട് ഞങ്ങൾക്ക് തോന്നി ഇതിൽ കുറച്ച് അധികം ആക്ഷൻ ഒക്കെ ഉണ്ടെന്ന്. ആദ്യമായിട്ടാണോ മാത്യു ആക്ഷൻ ചെയ്യുന്നത്? എങ്ങനെയുണ്ടായിരുന്നു? പാടുപെട്ടോ? കുറച്ച് പാടുപെട്ടോ. എനിക്ക് തോന്നുന്നത് 8 ഡേയ്സോളം ഫൈറ്റ് മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വേർത്തു. പക്ഷെ എന്നാലും ആ ഒരു റിസൾട്ട് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും അല്ലേ? ശരിക്കും മാത്യുവിന് ഒരു ഫുൾ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത്. ലുക്കൊക്കെ മാറി, ആള് കുറച്ചും കൂടി ഗ്ലാമർ ആയി, കോൺഫിഡൻ്റ് ആയി. ഇപ്പോൾ മാത്യുവിൻ്റെ ഫോട്ടോസിൻ്റെ ഒക്കെ അടിയിലുള്ള കമൻറ്റ് നോക്കുകയാണെങ്കിൽ ജൂനിയർ വിജയ്, ജൂനിയർ പൃഥ്വിരാജ് എന്നൊക്കെയാണ്. എന്താണ് ഈ റൊമാൻസ് ടീം നൽകിയ ഒരു കംഫർട്ടും കോൺഫിഡൻസും ആണോ ഈ ഒരു ഗ്ലോപ്പിന്റെ പിന്നിൽ? അല്ല, ആക്ച്വലി പടത്തില് ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായില്ല ഈ ഓൾമോസ്റ്റ് പടത്തിന് വേണ്ടി ഈ ലുക്ക്. അപ്പോൾ ഡയറക്ടറും നമ്മുടെ മേക്കപ്പ് ചെയ്ത റോണക് ചേട്ടനും സെറ്റ് ചെയ്ത. അപ്പോൾ എനിക്ക് ഇഷ്ടമായി. അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ പിടിക്കാന്ന് വിചാരിച്ചു. ഇഷ്ടമായി, പിന്നെ ഞാൻ മാറ്റാൻ പോയില്ല എന്നൊക്കെ. ഓൾ റൈറ്റ്, താങ്ക് യു സോ മച്ച് മാത്യു. സ്റ്റേജിൽ തന്നെ നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ഇനി ഈ ഒരു സിനിമയിലെ മറ്റൊരു താരത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമുക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക ഇഷ്ടമാണ് ഈ ഒരു നടനോട്. ദ വെരി ടാലന്റഡ്, ദ വെരി versatile actor അർജുൻ അശോകൻ. അർജുൻ ചേട്ടാ, സ്വാഗതം. എന്താണ് സിനിമയെ കുറിച്ച് പറയാനായിട്ടുള്ളത്? സിനിമയെ പറ്റി ഹലോ, ADJ പടമാണ്, പൊളിപ്പടമാണ്. എനിക്ക് ജോ ആൻഡ് ജോ കണ്ടതിന് ശേഷം ഭയങ്കര ഇഷ്ടപ്പെട്ടു. വർക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായ ഒരു ഡയറക്ടറായിരുന്നു ADJ. ലൊക്കേഷനിലേക്ക് എത്തിയപ്പോൾ കുറച്ച് പ്രശ്നമായിരുന്നു ഇവരായിട്ടൊന്ന് ചെല്ലായി മാറാൻ. അപ്പം ഞാൻ ADJ കുറച്ച് ബഹുമാനം കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നേരത്തെ കണ്ടാൽ മനസ്സിലാവും മാത്യു ADJ ആയിട്ട് എങ്ങനെ ഡീൽ ചെയ്യണമെന്നുള്ളത്. ലൊക്കേഷനിൽ ഞാനടാ അങ്ങനെയൊന്നും വിളിക്കില്ല, അങ്ങനെയൊന്നും പറയുന്നത് ഡയറക്ടറാണ്, ഇത് എൻ്റെ ചേട്ടനാണ്, അത് കുഴപ്പമില്ല. അപ്പോൾ മനസ്സിലായി ഈ പടത്തിൻ്റെ ഒരു ബോണ്ടിങ്ങും കാര്യങ്ങളും. അപ്പം അങ്ങനെയാണ് പതുക്കെ ഈ ടീമിലേക്ക് ബ്ലെൻഡ് ആയത്. അപ്പോൾ ഈ പടം സ്പെഷ്യലാണ് തീർച്ചയായിട്ടും. കാരണം ചെയ്ത് വെച്ചേക്കുന്നത് ഓഡിയൻസ് കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ എല്ലാ ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യൻസും ക്രൂവും മൊത്തം. അപ്പം അത് പൊളിയായിരിക്കും എന്നൊരു വിശ്വാസമുണ്ട്. ബാക്കി വാലന്റൈൻസ് ഡേ കാണാം. സോ നമുക്ക് സിനിമയെ കുറിച്ച് അധികം ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല. ആകെ ഒരു പാട്ടും പിന്നെ ഇപ്പോൾ ഇതാ ട്രെയിലർ ആണ് കിട്ടിയിട്ടുള്ളത്. ആ പാട്ടിൽ നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അർജുൻ ചേട്ടൻ്റെ ഫസ്റ്റ് ഫുൾ ഓൺ ഡാൻസ് പെർഫോമൻസ് അല്ലേ? 10 മിനിറ്റ് പോലും തന്നില്ല പഠിക്കാനായിട്ട്. എങ്ങനെയുണ്ടായിരുന്നു? ഫണ്ണായിരുന്നു ആ ഒരു ഡാൻസ് സീക്വൻസ്? പിന്നെ എൻജോയ് ചെയ്ത്. എനിക്ക് ഡാൻസ് അത്യാവശ്യം ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇപ്പം ഇതുവരെയായിട്ട് ഒരു പടത്തിലും ഇങ്ങനത്തെ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു പടത്തിൽ സൂട്ട് കോട്ടൊക്കെ ഇടുന്നതും ഡാൻസൊക്കെ കളിക്കണതും. അപ്പോൾ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ ഇനി ഈ ഒരു സോങ്ങിൽ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് അടിപൊളിയായി ഡാൻസ് കളിച്ച വേറൊരാളെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. നമ്മുടെ സ്വന്തം അമൽ ഡേവിസ്, സംഗീത് പ്രതാപ്. സംഗീതേട്ടൻ ഫാൻസ് എന്തോ അമൽ ഡേവിസ്. അയ്യോ, ഭയങ്കര സന്തോഷം ഇവിടെ നിൽക്കുമ്പോൾ. കാരണം കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയത്ത് ഞങ്ങളിവിടെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായി. ഞാനും ശ്യാമൊക്കെ, പ്രേമലു ആയിരുന്നു അത്. ആ സിനിമ അന്ന് ഇവിടെ വന്നിരിക്കുമ്പോൾ അത് ഏതൊരു ലെവലിലേക്ക് പോകുമെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ ശരിക്കുള്ള പേരെല്ലാവരും വിളിക്കുന്നത് അമൽ ഡേവിസ് എന്നാണ്. അതിന് ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു.
സോ ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് വേറെ ആര് മറന്നാലും സംഗീതേട്ടൻ മറക്കില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്കൊക്കെ അറിയാം. സോ എങ്ങനെയുണ്ടായിരുന്നു ഷൂട്ടിംഗ് എക്സ്പീരിയൻസ്? ഇവരൊക്കെ ആയിട്ടുള്ള റിയൽ ലൈഫ് ബ്രോമാൻസ് എങ്ങനെയുണ്ടായിരുന്നു? എന്തോ അർത്ഥം വെച്ച് പറഞ്ഞ പോലെ ഞാൻ മറക്കാത്തത് വേറെ ഒന്നുകൊണ്ടല്ല, ഈ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞ് ആക്സിഡൻ്റ് ഒക്കെ പറ്റി കുറച്ച് റെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് തിരിച്ചു വന്നത് ഏറ്റവും സന്തോഷമുള്ള കുറേ മൊമെൻറ്റ്സുമായിട്ടായിരുന്നു. ഇപ്പോൾ ഈ പടത്തിൽ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ഞാൻ പ്രേമലുവിന് ശേഷം കുറേ ആഗ്രഹിച്ച് ചെയ്ത ആദ്യത്തെ പടമാണ്. അതിനുശേഷം പിന്നെ ഇപ്പോൾ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ അത്രയും സ്പെഷ്യലായിട്ട് അരുൺ ചേട്ടൻ കഥ പറഞ്ഞപ്പോൾ തന്നെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നിയ ക്യാരക്ടറുമായിരുന്നു സിനിമയുമായിരുന്നു. അപ്പോൾ അമൽ ഡേവിസ് പോലെ തന്നെയായിരുന്നു ഈ പടത്തിലെ ക്യാരക്ടറുടെ പേര്. ഹരിഹരസുധൻ എന്നാണ് പേര്. അപ്പോൾ ഈ പേരും വിളിപ്പേരായി മാറട്ടെ. ഹെവി നെയിം ഹരിഹരസുധൻ. ശരിക്കും ഈ സിനിമയിൽ മാത്യുവിന് മാത്രമല്ല ഒരു മേക്ക് ഓവർ, അമൽ ഡേവിസിനും ഉണ്ട്. പഴയ അമൽ ഡേവിസ് അല്ല, ഫ്രീക്കൻ അമൽ ഡേവിസ് ആണ്. മുക്കുത്തി വരെയുണ്ട്. ആ ഒരു സ്റ്റൈലിങ്ങിന്റെ പിന്നിൽ എന്തെങ്കിലും റീസൺ ഉണ്ടോ? റീസൺ ഹരിഹരസുധൻ എന്ന് പറഞ്ഞൊരു പേര് വന്നപ്പോൾ എനിക്ക് തോന്നിയൊരു കുഞ്ഞ ഐഡിയ ആയിരുന്നു, ഇങ്ങനെ ഒരു മൂക്കുത്തി വന്നു കഴിഞ്ഞാൽ രസമായിരിക്കുമല്ലോ എന്നുള്ളത്. പിന്നെ റോണക് സൈഡിനൊക്കെയാണ് ക്ലീൻ ലുക്കും അരുൺ ചേട്ടൻ പറഞ്ഞിട്ടായിരുന്നു ബസ് കട്ടും ഒക്കെ വന്നത്. അപ്പോൾ അത് അമൽ ഡേവിസിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്തു തോന്നുന്നു. പക്ഷെ ഇപ്പം എല്ലാവർക്കും മനസ്സിലായിരുന്നു, ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ഞാനായിരുന്നു. അപ്പോൾ ഇനി സൗന്ദര്യ ശാപായി എന്നൊക്കെ ഗ്ലാമർ കൂടി പോയി എന്നാണ് ഇപ്പം സംശയം. ഇല്ല, ഞങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, ഇനി അടുത്ത സ്റ്റാറിനെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം നല്ലൊരു നടനാണ്, നല്ലൊരു ഗായകനാണ്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ സ്വന്തം JK ശ്യാം മോഹൻ. സോ JK, എങ്ങനെയുണ്ടായിരുന്നു ബ്രോമാൻസ് എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ADJയുടെ കൂടെ എൻ്റെ രണ്ടാമത്തെ പടമാണ്. ഇവരുടെ ഒക്കെ കൂടെ അർജുൻ ബ്രോയുടെ കൂടെ ആദ്യമാണ്. ഇവൻ്റെ കൂടെ പിന്നെ തുടങ്ങിയപ്പോൾ തൊട്ട് ഇവൻ്റെ കൂടെ തന്നെയാണ്. ആദ്യത്തെ പടം മുതൽ ഇവൻ്റെ കൂടെയാണ്. മാത്യുവിൻ്റെ കൂടെ മൂന്നാമത്തെ പടമാണ്. ADJയുടെ ആദ്യത്തെ പടമാണ്. എനിക്ക് 18+ എന്നുള്ള പടത്തിലാണ് എനിക്ക് ശരിക്കും ഒരു സിനിമയിലൊരു നല്ലൊരു ക്യാരക്ടർ കണ്ട ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്ത് ആ സിനിമയിലുള്ള ആളെല്ലാം ചോദിച്ചു തുടങ്ങിയത് 18+ ആണ്. 18+ കണ്ടിട്ടാണ് എന്നെ അമരനിലേക്ക് വിളിച്ചത്. 18+ലെ ക്യാരക്ടർ കണ്ടിട്ട് എനിക്കിപ്പോൾ ഒരു തെലുങ്ക് ഫിലിമിലൊരു ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 18+ഉം ADJയും വളരെ സ്പെഷ്യലാണ്. അതുകൊണ്ട് തന്നെ ADJയുടെ മറ്റൊരു പടത്തിൽ വീണ്ടും രണ്ടാമത്തെ പടത്തിലും അഭിനയിക്കാൻ സാധിക്കുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഇതൊരു ഫാമിലി ആണ് ശരിക്കും പറഞ്ഞാൽ, നമ്മളെല്ലാവരും അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു വെക്കേഷൻ മൂഡിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. എനിക്ക് ഒരുപാട് പറഞ്ഞ പോലെ കുറച്ച് ഡിലേ കണ്ടിന്യൂസ്ലി ഉണ്ടായിരുന്നില്ല ഇവരുടെ കൂടെ. കാരണം ഈ ട്രെയിലറിൽ കണ്ടതുപോലെ എൻ്റെ ക്യാരക്ടർ മിസ്സിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷെ ഉള്ള ദിവസങ്ങളിലൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് തന്നെയായിരുന്നു നമ്മുടെ ഷൂട്ട് പോയിക്കൊണ്ടിരുന്നത്. സോ ഇപ്പം 18+ലാണേലും അമരനിലാണേലും പ്രേമലുലാണേലും ചെറിയ വില്ലൻ ടച്ചുള്ള ക്യാരക്ടേഴ്സ് ആണ്, ചെറിയ നെഗറ്റീവ് ഷെയ്ഡ്സ് ഉള്ള എന്നാ ഫൺ ക്യാരക്ടേഴ്സ്. അതുപോലാണോ ഇതിലും, അതോ പാവാണോ? അറിയില്ല, ആളെ കാണാനില്ലല്ലോ. അപ്പോൾ ആളെ കണ്ടുപിടിച്ചാലല്ലേ നമുക്കത്. അവിടെ സസ്പെൻസ്. ഓക്കെ, അപ്പം ശ്യാമേട്ടൻ നിൽക്കുന്നത് തന്നെ എന്നോട് അധികം ഒന്നും ചോദിക്കല്ല എന്ന് പറഞ്ഞാണ്. അപ്പം ഞാൻ ഇനി അധികം ചോദിക്കുന്നില്ല. ആകെ ഒരു റിക്വസ്റ്റ്, ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടണം എന്നാണ്. പാട്ട് കേൾക്കണ്ടേ? യെസ് പ്ലീസ്. ഞാൻ വിചാരിച്ച എല്ലാവരും വിളിച്ചേർന്ന് അറിയില്ല, ഞങ്ങൾക്ക് കേൾക്കണം. ലിറിക്സ് എടുക്കാണ്. എനിക്ക് ലിറിക്സ് ഇഷ്ടമുള്ള പാട്ട് നേരത്തെ പറഞ്ഞു വെച്ചതാണ്. നേരത്തെ എന്നോട് പറഞ്ഞായിരുന്നു ഇവിടെ വരുമ്പോൾ പാട്ട് പാടിക്കുമെന്ന്. എങ്കിലും എന്നോട് ആദ്യമായിട്ട് ചോദിക്കുന്ന പോലെ ഞാനൊന്ന് അഭിനയിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഗൈസ്, ലുലുമോൾ കുറച്ചും കൂടി നമുക്കൊന്ന് പ്രഷറൈസ് ചെയ്യാം, ഒന്ന് നിർബന്ധിക്കാം. കമോൺ, ഒന്ന് കൈ അടിച്ചേ, ഒന്ന് പ്രോത്സാഹിപ്പിക്കാം. ഞാനൊരു കുറച്ചൊരു പഴയ പാട്ടാണ് പാടുന്നത്. പഴയ പാട്ടുകളോടാണ് ഇഷ്ടം. ജസ്റ്റ് കിഡിങ്. ഇതൊരു തമാശയായിട്ട് എടുത്താൽ മതി, സീരിയസ് ആയിട്ടൊന്നും എടുക്കണ്ട. ഉണർന്നുവോ മൂളം തണ്ടിലുമീണം, പൊഴിഞ്ഞുവോ മണിച്ചുണ്ടിൽ ഇന്നൊരു തേൻകണം. ഉണർന്നുവോ മൂളം തണ്ടിലുമീണം, പൊഴിഞ്ഞുവോ മണിച്ചുണ്ടിൽ ഇന്നൊരു തേൻകണം. തനിച്ചു പാടിയ പാട്ടുകളെല്ലാം നിനക്ക് ഞാൻ എൻ്റെ നൈവേദ്യമാക്കി. കൂടെ വിടെ മുല്ലക്കാട് വിടെ, ചെല്ലക്കാറ്റിനോടാ കഥ പറയുകില്ലേ. ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിലൊരു മുഖം. ഒരു ദേവഗാനമുടലാർന്ന പോലെ മനമരുളി എന്നിലൊരു സുഖം. കറുക നാമ്പിലും മധുകണം, കവിത എന്നിലും നിറകൂടം.
അറിയുകില്ല നീ ആരാരോ. Thank you, truly fabulous. So ഇനി അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഈ സിനിമയിലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ചെയ്ത വ്യക്തിനെയാണ്. സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു മുഖമാണ്. നിറഞ്ഞ കൈയ്യടി നൽകി സ്വാഗതം ചെയ്യാം അംബരീഷ്. ആദ്യം വെൽക്കം ടു യു. പോസ്റ്ററിൽ കാണാം. സോ എങ്ങനെയുണ്ടായിരുന്നു ബ്രോമാൻസ് എക്സ്പീരിയൻസ്? റാഗിംഗ് വല്ലതും ഉണ്ടായിരുന്നോ? അല്ല, ഇത്രയും ആൾക്കാരുണ്ടെന്ന് ഞാൻ പ്രതീക്ഷയില്ല. ഞാൻ ആക്ച്വലി ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും റൊമാൻസ് ഇതിൽ വന്നിരിക്കുമ്പോൾ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. കാരണം ഇവരുടെ കൂടെയൊക്കെ അഭിനയിക്കാൻ നമ്മൾ ടി വിയിലും തിയേറ്ററിലും മാത്രം കണ്ട് മറന്ന മുഖങ്ങൾ ഇവരോട് അഭിനയിക്കാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ധരിച്ചു വെച്ചതും ഞാൻ കണ്ടതും ഭയങ്കര ഡിഫറൻസ് ആണ്. കാരണം നമ്മൾ ഫിലിമിലൊക്കെ കാണുമ്പോൾ നമ്മൾ ഇവർക്ക് കുറച്ച് വെയിറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്ന് കരുതിയിരുന്ന ഞാൻ കുറച്ച് അച്ചോട്ടാ വന്നേ അപ്പോൾ അങ്ങനത്തെ ഒരു കമ്പനിയായി. കാരണം നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാരെ പോലെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് മിങ്കിൾ ചെയ്യാനും ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആവാൻ പറ്റി. അതിന് അവരോട് എനിക്ക് ഭയങ്കര നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഞാൻ നന്ദിയാണ് പറഞ്ഞത്. അപ്പോൾ എന്നെ ഇതിൽ വിളിച്ച ADJക്കും റേച്ചേട്ടനും എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. സോ ഇനി നമ്മുടെ സിനിമയിലെ നായികനെയാണ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. വളരെ സ്ട്രോങ് ഫാൻ ബേസ് ഉള്ളൊരു നായികയാണ്. ദ കറന്റ് സെൻസേഷൻ, നമ്മുടെ സ്വന്തം മഹിമ നമ്പ്യാർ. ഇന്ന് ഇവിടെ തന്നെ മഹിമയുടെ ഒരുപാട് ഫാൻസ് ഉണ്ട്. Here we have Mahima with us, looking absolutely gorgeous. So Mahima, എന്താണ് സിനിമയെ കുറിച്ച് നമ്മളോട് പറയാനായിട്ടുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യം തന്നെ ഹലോ എവ്രി വൺ. ഞങ്ങൾക്ക് സുഖം നിങ്ങൾക്ക് സുഖമല്ലേ? ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും നേരം വെയിറ്റ് ചെയ്തതിന് ഒരുപാട് നന്ദി. എനിക്കിത് വളരെ സ്പെഷ്യലായ സിനിമയാണ്. കാരണം നിങ്ങളിപ്പോൾ ഇവിടെ കണ്ട പോലെ തന്നെ ഈ ട്രെയിലറിൽ കണ്ട പോലെ തന്നെ അതേ ഒരു വൈബോട് കൂടി ഞാൻ ചെയ്ത സിനിമയാണ്. ADJ ഇതിൻ്റെ സബ്ജക്റ്റ് ആദ്യം പറഞ്ഞു തന്നപ്പോൾ തന്നെ എനിക്ക് ഇത് ഞാൻ മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വേറെ ആരെങ്കിലും കൊണ്ടുപോകുന്നായിരുന്നു എൻ്റെ മൈൻഡിൽ. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്ന ADJക്കും ആഷിഖ് ഉസ്മാൻ സാറിനും ഞാൻ നന്ദി അറിയിക്കുകയാണ്. ആൻഡ് ഞങ്ങളുടെ ടീം അടിപൊളി ടീം. ആദ്യം എനിക്ക് എന്താണെന്നറിയാം, ഇവരൊക്കെ ഒരുപാട് ഓൾറെഡി മുന്നേ പരിചയമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞാനിതിൽ ആരുടെ കൂടെ ഇതിന് മുന്നേ വർക്ക് ചെയ്തിട്ടില്ല. സംഗുവിൻ്റെ കൂടെ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എങ്ങനെ ഇവരുമായിട്ട് സിങ്ക് ആവും എന്നുള്ളത്. ആദ്യത്തെ ഒരു 4 ദിവസം ഞാൻ കുറച്ചിങ്ങനെ സൈഡ് മാറിയൊക്കെ നിന്ന്, പക്ഷെ അതിനുശേഷം ഭയങ്കര കൂട്ടായി. പിന്നെ എൻ്റെ പേഴ്സണലി ഞാൻ ആരുമായിട്ടും അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ആളല്ല. ഈ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊക്കെ അടിപൊളി ചങ്ക്സായി. അപ്പം ഞാൻ ഒരുപാട് എന്താ പറയുക, ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ദി റിലീസ്. സിനിമ ഞങ്ങൾ ഹോൾ ഹാർട്ട് കൊടുത്ത് ചെയ്ത സിനിമയാണ്. നിങ്ങൾ ഓഡിയൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് മഹിമ ഫാൻസ് ഒക്കെ ഹാപ്പി അല്ലേ? എന്തോ ചോദിച്ചു എൻ്റെ അടുത്ത്, എന്തെങ്കിലും കാസർഗോഡ് ഭാഷയിലാ എന്താ പറയണ്ടേ? ഞാൻ ഈ ട്രെയിലറിൽ കാസർഗോഡ് ഭാഷയിലാണല്ലോ സംസാരിച്ചേക്കുന്നത്. എന്ത് പറഞ്ഞ കേട്ടിട്ടേ? എന്ത് മിൻസുമാരെന്ന് ചൊല്ലിട്ടെ ഞാൻ. ഓക്കെ, താങ്ക് യു സോ മച്ച് മഹിമ. സോ നേരത്തെ നമ്മൾ ട്രെയിലർ ഇവിടെ പ്ലേ ചെയ്തപ്പം ഏറ്റവും കൂടുതൽ കൈയടി ഒരു ആർട്ടിസ്റ്റിന്റെ എൻട്രിക്കായിരുന്നു. മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ഷാജോൺ ചേട്ടൻ. ഈ സമയം നമുക്ക് എല്ലാവർക്കും ചേർത്ത് ഏറെ സ്നേഹത്തോടെ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. The one and only കലാഭവൻ ഷാജോൺ. സോ കൂട്ടത്തിൽ ഏറ്റവും സീനിയർ ആണ്. എങ്ങനെയുണ്ടായിരുന്നു നമ്മളുടെ ന്യൂ ജനറേഷൻ പിള്ളേരുടെ കൂടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ്? എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം എല്ലാവരും വെയിറ്റ് ചെയ്ത് നിന്നതിന്. ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണിത്, ബ്രൊമാൻസ്. കാരണം കുറേ നാളുകളായിട്ട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ കോമഡി സിനിമയിൽ ഇനി എപ്പോഴാണ് ചേട്ടാ കാണാൻ പറ്റുക എന്നുള്ളത്. ഞാനും പേഴ്സണലി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഇതിൽ എൻ്റെ കഥാപാത്രം നിങ്ങളെ എത്രത്തോളം ചിരിപ്പിക്കുമെന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ ഈ നിൽക്കുന്നവരെല്ലാവരും നിങ്ങളെ നന്നായി എൻ്റർടൈൻ ചെയ്യിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനകത്ത് നല്ല പൊട്ടിച്ചിരികളുണ്ടായിരിക്കും, അതുപോലെ തന്നെ നല്ല ആക്ഷൻ സീക്വൻസ് ഉണ്ടായിരിക്കും. എല്ലാം ഉണ്ടാവുള്ള ഒരു കംപ്ലീറ്റ്
പാക്കേജ് ആയിട്ടുള്ളൊരു സിനിമയായിരിക്കും ബ്രൊമാൻസ് എന്ന കാര്യത്തിൽ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ ADJയുടെ രണ്ടാമത്തെ സിനിമയിലാണ് ഞാനിപ്പോൾ അഭിനയിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് അഭിനയിച്ച ജോ ആൻഡ് ജോ എന്ന് പറയുന്നൊരു സിനിമയിൽ ഒരൊറ്റ സീനിലാണ്. ചില തീരുമാനങ്ങൾ നമ്മളെടുക്കുന്നത് ചിലപ്പോൾ തെറ്റിപ്പോയേക്കാം, ചിലപ്പോൾ നന്നായേക്കാം. എനിക്ക് പേഴ്സണലി ഞാൻ അന്നെടുത്ത തീരുമാനം ഏറ്റവും നല്ല തീരുമാനമായിരുന്നു എന്ന് എനിക്ക് തോന്നാനുള്ള കാരണം ADJയുടെ ഒരു ഫിലിം മേക്കിംഗ് തന്നെയാണ്. ADJ ഒരു സിനിമ ചെയ്യുന്നത് അതൊരു ഷൂട്ടിംഗ് പ്രോസസ്സാണെന്ന് പോലും നമുക്ക് ഒരുപക്ഷെ നമുക്ക് തോന്നില്ല. അങ്ങനെയാണ് അദ്ദേഹം അത് കൺസീവ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ആർട്ടിസ്റ്റിനൊരു ടെൻഷൻ തരാതെ നമ്മൾ അങ്ങേയറ്റം കംഫർട്ടാക്കിയിട്ട് അങ്ങനെ ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിലും ഇത് ഇവരൊരു ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോഴും നമുക്ക് ഒരിക്കലും അതിൻ്റെ ഒരു ടെൻഷനോ ഒന്നും നമുക്ക് തോന്നില്ല. അപ്പോൾ അന്ന് എനിക്ക് തോന്നിയിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ കുറച്ചുകൂടെ നല്ലൊരു വേഷം ചെയ്യണമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സിനിമയിലേക്ക് എന്നെ വിളിക്കുന്നതും ഞാൻ ഒരുപാട് സന്തോഷിച്ച കുറേ ദിവസങ്ങളായിരുന്നു. എന്തായാലും ഇതൊരു കിടിലം പരിപാടിയായിരിക്കും കേട്ടോ, അത് യാതൊരു സംശയമില്ല. 14-ാം തീയതി എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക. പിന്നെ ഈ നിൽക്കുന്ന എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ പുലികളാണ്. എനിക്ക് ഈ പറയുന്നത് പോലെ എനിക്കൊരു ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഇവർ എന്നെ എങ്ങനെയാണ് എടുക്കുക, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഇവരോട് ബിഹേവ് ചെയ്യേണ്ടതല്ല, എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഒരു ഡൗട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ അതൊക്കെ അങ്ങ് മാറിയിട്ട് വൻ പൊളിയായിരുന്നു. ലൊക്കേഷനിൽ അതിൻ്റെ ഒരു വൈബ് ഈ ട്രെയിലറിലുണ്ട്. ഇതിൻ്റെ ഇരട്ടിയായിരിക്കും സിനിമയിൽ വരിക. അപ്പോൾ എന്തായാലും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും, ഇതിൻ്റെ ക്യാമറ അഖിലാണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാവരും, അസോസിയേറ്റ് ടീം, ഫുൾ ടീം, എല്ലാവരും ഉഗ്രൻ ടീമായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട് ഇതുപോലെ സിനിമയുടെ ഭാഗമായെന്ന്. അതുപോലെ തന്നെ ഒരു നല്ല പ്രൊഡ്യൂസർ, ഒരു പക്ക പ്രൊഫഷണലായിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഞാൻ അടുത്ത് നിന്ന് മനസ്സിലാക്കിയത് മിസ്റ്റർ ആഷിഖ് ഉസ്മാൻ്റെ കൂടെ ഈ സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഇപ്പോൾ അഭിനയിച്ചതുകൊണ്ട് പറയല്ല, ഇതിന് മുൻപും ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു രീതി, ഒരു സിനിമയെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം, എങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ്. അത് ഓരോ നിമിഷവും മനസ്സിലാക്കി തന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ആഷിഖ്. താങ്ക് യു സോ മച്ച് ആഷിഖ്, ഇതുപോലൊരു സിനിമയിൽ ഭാഗമായതിന്. അപ്പോൾ എന്തായാലും 14-ാം തീയതി എല്ലാവരും തിയേറ്ററിൽ വരിക. തീർച്ചയായിട്ടും നമ്മൾ കുറേ നാളായിട്ട് നമ്മുടെ സിനിമ ഗംഭീര സിനിമകളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതലും ത്രില്ലർ മൂഡിലുള്ള സിനിമകളാണ്, ഗംഭീര സിനിമകളാണെങ്കിലും കുറേ നാളായിട്ട് മലയാളികൾ വെയിറ്റിംഗ് ആണ്. ഫാമിലി ആയിട്ടിരുന്ന് പൊട്ടിച്ചിരിച്ച് അല്ലേ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമ. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സിനിമയിൽ കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ, ധൈര്യമായിട്ട് 14-ാം തീയതി വന്നോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. വന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഷാജു ചേട്ടാ. ചേട്ടാ, ഞങ്ങൾ ഈ പോസ്റ്ററൊക്കെ നോക്കുമ്പോൾ എല്ലാ പോസ്റ്ററിലും ഷാജു ചേട്ടന്റെ കയ്യിൽ ഒരു തോക്കുണ്ട്. കൊടകിലെ പ്രധാന ഗുണ്ടയാണോ ഷാജു ചേട്ടന്റെ ക്യാരക്ടർ? വരാൻ കിടക്കുന്നേ ഉള്ളൂ, കണ്ടോണം. കംപ്ലീറ്റ് പരിപാടികൾ ഫുൾ സസ്പെൻസ് ആണ്, ഒന്നും പറയാൻ പറ്റില്ല. തോക്കിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. ഫുൾ സസ്പെൻസ്. 14-ാം തീയതി കാണാം അല്ലേ? ഓൾറൈറ്റ്. സോ അർജുൻ ചേട്ടാ നമ്മുടെ പ്രൊഡ്യൂസറിനെ കുറിച്ചും ഡയറക്ടറിനെ കുറിച്ചും ഒക്കെ എന്താണ് പറയാനായിട്ടുള്ള, ടെക്നീഷ്യൻസ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്? പെട്ടെന്ന് ചാടി കയറിയപ്പോൾ ആഷിഖിനെ പറ്റി കുറച്ച് 2 വാക്ക് പറയാൻ വിട്ടുപോയി, സോറി. കാരണം എല്ലാവരും ബിഹാഫിൽ പറയണേ, ഈ പടം കുറേ സിറ്റുവേഷനിലൂടെ കടന്നുപോയതാണ്. എന്തൊക്കെയെന്ന് ഡിസ്ക്ലോസ് ചെയ്യാൻ താല്പര്യമില്ല. പക്ഷേ അപ്പോൾ അതിലെല്ലാത്തിനും ഞങ്ങൾ കൂടെ നിന്നിട്ട്, അപ്പോൾ അതേപോലെ കട്ടൊക്കെ കൂടെ നിന്നിട്ടുണ്ടായി ആഷിഖ വിളിച്ചിട്ട് മച്ചാൻ ഒരു പടം ചെയ്യാം എന്നുള്ള രീതിയിലാണ് ആദ്യം കോൾ വന്നത്. പിന്നെ ആ രീതിക്കൊക്കെ ഇങ്ങനെ കറങ്ങി അതിനുമ്പ് ADJ വിളിച്ച് അതിനാണ് ആഷിഖ് വിളിച്ചത്. അത് കൂടി പറഞ്ഞു, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞെങ്കിൽ അവർ 2 പടക്കിടും എൻ്റെ അടുത്ത്. അപ്പോൾ അങ്ങനെ ഈ പരിപാടിയിൽ ഇത്രയും നല്ല രീതിക്കും ഇത്രയും നല്ല രീതിക്കൊരു നല്ല പടം ചെയ്യാൻ കൂടെ നിന്ന് ആഷിഖിക്ക് താങ്ക്സ് എല്ലാവരുടെയും സൈഡിൽ നിന്നാണ്. താങ്ക് യു സോ മച്ച്. പിന്നെ അഖിലേട്ട അടിപൊളിയായിരുന്നു വർക്ക് ചെയ്യാൻ, DOP. പിന്നെ ഗോവിന്ദേട്ട പടം കണ്ടിട്ട് ബാക്കി നേരിട്ട് പറയാം. പിന്നെ റൈറ്റർ എല്ലാവരും അടിപൊളിയായിരുന്നു, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ് കൊളാക്കുന്നില്ല. പിന്നെ മിണ്ടാണ്ടിരിക്കണം ഇപ്പം പറയുന്നത്. മറ്റേ ഡയറക്ടോറിയൽ ടീം എല്ലാവരും നല്ല രീതിക്ക് കൂടെ നിന്നുകൊണ്ട് നമുക്ക് നല്ലൊരു അടിപൊളി പടം ചെയ്യാൻ പറ്റി. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവരും Feb 14 മറക്കരുത്. വാലന്റൈൻസ് ഡേക്ക് വേറെ പ്ലാൻ ഉണ്ടെന്ന് അറിയാം, പക്ഷെ എന്നാലും പടം കാണാൻ അതിനുശേഷം മറക്കരുത് പ്ലീസ്. വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം, അത് മാറാൻ നിൽക്കരുത് കേട്ടോ. അത്രേ ഉള്ളൂ. താങ്ക് യു.